മോള് സിനിമയിൽ വന്നോന്ന് ആഗ്രഹമൊന്നുമില്ലേ? അവള് അറിയില്ല എനിക്ക്. അവളുടെ മോള് പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്ക് പറയും ഐ തിങ്ക് ഐ ട്രൈ എന്നൊക്കെ പറയും. പക്ഷെ ഇനി വരുമോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല. ആഗ്രഹമുണ്ട്, പറയാറുണ്ട്, നമ്മളായിട്ടൊന്നും പറയാറില്ല. ചിലപ്പോൾ പറയും. ഇപ്പം ഇനി അതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മേ ബി. ഒന്നും ഇതുവരെ നമ്മൾ അങ്ങനെ ഐ മീൻ ലൈക്ക് ഡിസിഷൻ എടുത്തിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഷീ ഈസ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നോക്കാം, എല്ലാത്തിനും സമയമുണ്ടല്ലോ. അതാണ് മറ്റൊരു സിനിമയിലെ എന്തും പറയുന്നുണ്ടല്ലോ. ഈ ശ്രീനി ചേട്ടനും ലാലേട്ടനും വേണ്ട ഒരു യാത്രയായിരുന്നു, ദീർഘനാളത്തെ യാത്ര, ഏറ്റവും സൂപ്പർ ഹിറ്റുകളെന്ന്. അവർ ശ്രീനിച്ചേട്ട് വയ്യാതിരിക്കുകയാണ്. ഞാൻ വിനീതിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ അറിഞ്ഞത് ഈ സിനിമയിൽ ശ്രീനിച്ചേട്ടും ലാലേട്ടും വരുന്ന സീനുകൾ എഴുതി വെച്ചിരുന്നു. അപ്പോഴാണ് ശ്രീനിച്ചേട്ടന് ഇൻ്റർവ്യൂ എടുക്കാം. എനിക്ക് സൂലാന്ന് എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകാറുണ്ട്, വിളിക്കും, പോവും, കാണും. ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ ഭയങ്കര വിശ്വാസമായ മോൻ്റെ സിനിമയിൽ ഞാനും ലാലും ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ വയ്യാത്തതുകൊണ്ട് മാറ്റുകയാണ്. ഇവർ തമ്മിൽ ഇനിയൊരു ഒന്നിച്ചൊരു സിനിമ നമുക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള പോലെ ചേച്ചിക്കുമില്ലേ? 100% എല്ലാവർക്കും ഉള്ളതല്ലേ. പക്ഷേ ശ്രീനിച്ചേട്ടൻ്റെ ഹെൽത്ത് ഒരു ഇഷ്യൂ ആണല്ലോ. ആ കുറുക്കൻ സിനിമയിൽ ഞാനന്ന് ലൊക്കേഷൻ പൂർണ്ണമായിട്ടുണ്ട് അത് ശ്രീനിച്ചേട്ടൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ആ കോമഡികൾ മറക്കാതെ ഓർത്തെടുത്ത് പറയുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പിന്നെ ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കോമ്പിനേഷൻ ആയിരുന്നല്ലോ. തീർച്ചയായിട്ടും അത്തരം സിനിമകളായിരുന്നു. ആ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട്, അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ട്. പ്രിയൻ സാറിൻ്റെ കൂട്ടുകെട്ട്, അങ്ങനെ കുറേ ഡയറക്ടർമാരുടെ കൂട്ടുകെട്ടുകളോ ഇവരുടെ സിനിമകളിലെല്ലാം വിജയം. ചേച്ചിയുടെ ജീവിതത്തിൽ ലാലേട്ടൻ ഇപ്പോൾ ഡയറക്ഷൻ ചെയ്തു ഒരു സിനിമ അല്ലേ, ഒരു ഡയറക്ടറായി, ഇപ്പം ഫെഫ്കയുടെ മെമ്പർഷിപ്പ് വരെ കൊടുത്ത് ആ ഒരു ഡയറക്ടർ എന്ന നിലയിൽ സിനിമ ഇറങ്ങുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഞാൻ സിനിമ ലൊക്കേഷൻ ഞാനൊരു പാട്ട് സീൻ മൊത്തം എനിക്കൊന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. പാട്ട് സീൻ മൊത്തം 3D ഗ്ലാസ്സൊക്കെ വെച്ച് ആൻ്റണി ചേട്ടനെ കാണിച്ചു തരുമൊക്കെ ചെയ്തു. ഒരു ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ നേരത്തെ സിനിമ കണ്ടു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും അവിടെ പോയി ലൊക്കേഷനിലൊക്കെ പോയപ്പോൾ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു ദിവസം ഷൂട്ടിംഗ് പോയി കണ്ടിട്ടൊന്നും പറയാൻ പറ്റില്ല. നന്നായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അല്ലേ. ഈ ലാലേട്ടൻ്റെ പാട്ട് സീനുകൾ ശ്രദ്ധിക്കാറില്ലേ നമ്മൾ? റൊമാൻറ്റിക് എനിക്ക് എന്നെക്കാട്ടിലും കൂടുതൽ അമ്മയ്ക്കാണ് ഭയങ്കര ഇഷ്ടം. ചേട്ടൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പറയും ചേട്ടൻ്റെ ഈ റൊമാൻസ് സീൻസ് ഒക്കെ നല്ലതാ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനങ്ങളാണ്. പണ്ട് കാലത്തേക്കാണ് ഏറ്റവും രസകരമായിട്ട് പോകുന്നതല്ല, അത് നമുക്ക് ഇപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചേട്ടനും ഭയങ്കര മ്യൂസിക് റിതം ഉള്ള ഒരാളാണ്. ആൻഡ് ഈ ലിപ്സിങ്കും എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന, അത് റൊമാൻറ്റിക് സോങ്സ് ആയിക്കോട്ടെ, അല്ലാതെ ഈവൻ കർണാട്ടിക് സോങ്സ് ഒക്കെ ഭരതത്തിലൊക്കെ ഭയങ്കര ലിപ്സിങ്ക് ഉള്ള ഇതായിരുന്നല്ലോ. ചേട്ടൻ നല്ല പാചകം ചെയ്യും. ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടൻ ചെയ്യുന്ന, ലാലേട്ടൻ ചെയ്യുന്ന പാചകത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? അതെന്താ അറിയോ, ചേട്ടന് വന്നിട്ട് ഒരു ഫിക്സ്ഡ് റെസിപ്പി അങ്ങനെ ഇല്ല. അപ്പം എന്തൊക്കെയോ ഇടും, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇടും, അത് ഭയങ്കര ടേസ്റ്റ്. എന്തൊക്കെയോ ഉണ്ടാക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ആദ്യമൊക്കെ ഞാൻ പറയും, ഒരു പ്രാവശ്യം ഉണ്ടാക്കി അത് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ വേറെ പോലെ ആയിരിക്കും എന്ന്. പക്ഷേ 2-3 പ്രാവശ്യം ഒരേ ഡിഷ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നന്നായി കുക്ക് ചെയ്യും. അത് പിന്നെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുക്കിങ്ങും നന്നായി. അതെ, ഒത്തിരി വീഡിയോസ് ഉണ്ട് കഴിക്കാൻ. എനിക്ക് ആ വീഡിയോസ് കൂടുതൽ പുറത്തേക്ക് സമീറും സഹായാണ് കൂടുതൽ വീഡിയോസ്, കുക്കിംഗ് വീഡിയോ പുറത്തേക്ക് വിട്ടേക്കാം. ചേട്ടന് മറ്റേ നമ്മൾ പിന്നെ വീട്ടിലൊരു ടെപ്പനിയാക്കി കിച്ചണൊക്കെ ഉണ്ടാക്കി, ജാപ്പനീസ് ഇത്. അപ്പം അവിടെ വീട്ടിൽ വരുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് റിലാക്സേഷനും കൂടിയാണല്ലോ. അതെ, അത് ഞാൻ ഈ കുക്കിങ്ങിൻ്റെ കാര്യം ചോദിച്ചതാണ്. കുക്കിംഗ് വലിയ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ എന്നുള്ള കാര്യത്തിനുള്ള. ലാലേട്ടൻ്റെ ഒരു യാത്ര, ഇപ്പം ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു യാത്ര, ചേച്ചി എങ്ങനെയാണ് അത് കാണുന്നത്? ഇപ്പോൾ ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്, ഗെറ്റപ്പ് പെട്ടെന്ന് മാറുകയാണ്. അപ്പം ഞാൻ ലാലേട്ടനോട് പറയുന്നുള്ളൂ, ഇതെങ്ങനെയാണ് ലാലേട്ടൻ, അതങ്ങനെ സംഭവിക്കുന്നു മോനെ എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ചേച്ചി എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? അല്ല, ചേട്ടനൊന്ന് വീട്ടിലിരുന്ന് പോവും, പിന്നെ അവിടെ പോയിട്ട് ചേട്ടന് ഒരു ക്യാരക്ടറായിരിക്കും, പിന്നെ അവിടെ നിന്ന് വേറെ. പക്ഷെ വീട്ടിൽ വരുമ്പം ആ ക്യാരക്ടറൊന്നും ഇല്ലല്ലോ. ഹീ കംസ് ബാക്ക്, വീട്ടിൽ സിനിമ ഒക്കെ ഇല്ലാത്ത ഒരാളായിട്ടല്ലേ വരുന്നത്. സോ ഫോർ മീ
ലാലേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്തെങ്കിലും കാണും നമുക്കിപ്പോൾ എനിക്ക് ലാലേട്ടൻ ഇഷ്ടപ്പെട്ട എനിക്ക് ലാലേട്ടൻ സംസാര രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നു. ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ലാലേട്ടനിൽ ഇഷ്ടപ്പെട്ടത് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരിക്കും? കള്ളം പറയാൻ അറിയില്ല. കള്ളം പറയാൻ അറിയില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അങ്ങനെ എന്താ പറയാ, ദേഷ്യപ്പെടാനും അങ്ങനെ ഭയങ്കര അങ്ങനെ ദേഷ്യപ്പെടില്ല. ഞാനായിരിക്കും അങ്ങോട്ടും ഇങ്ങനെ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ദേഷ്യം എന്ന് പറയുന്നത് വരില്ല. പിന്നെ നമ്മളും പറയാൻ പാടില്ല ബോറടിക്കുന്നുണ്ടെന്ന്. ഇതെന്താണ് ഈ ബോറടിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് ആദ്യം പറഞ്ഞ ക്വാളിറ്റി ഏറ്റവും വലിയ ക്വാളിറ്റി. ഒരു ഭാര്യ എന്ന നിലയിലേക്ക് വേണ്ടത് ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. കള്ളം പറയില്ല എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയിലപ്പുറത്തേക്ക് വേറൊന്നുമില്ല. എനിക്കും ലാലേട്ടൻ ദേഷ്യപ്പെടുന്ന എനിക്കിഷ്ടമല്ല. ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടോ വളരെ ചുരുക്കം. അത് ഞാനൊക്കെ ഇങ്ങനെ പല പ്രസ് മീറ്റിൽ ചോദ്യം ചോദിക്കുമ്പോൾ അല്ലാതെ വേറൊന്നും ലാലേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടും. അത് ദേഷ്യമൊന്നും ഇഷ്ടത്തോടുകൂടിയുള്ള ദേഷ്യമാണ്. എനിക്ക് ലാലേട്ടനായിട്ട് അത്ര ഒരു അടുത്ത ഒരു സൗഹൃദം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും ലാലേട്ടൻ തിരിച്ച് പറയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ ദീർഘകാലമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പോകാത്ത സ്ഥലങ്ങളിലാണ്. ചേച്ചി പോകാത്ത സ്ഥലങ്ങളുമില്ല. ലാലേട്ടൻ പോകുന്ന സ്ഥലങ്ങളിൽ ചേച്ചിയും പോകാറുണ്ട്. ആ ഒരു യാത്ര എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ചേച്ചീൻ്റെ കൂടെയാണ് ലാലേട്ടൻ പല സ്ഥലങ്ങളും മേജർ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അതെങ്ങനെയാണ് കാണുന്നത്? ലൈക്ക് ഷൂട്ടിംഗ് സമയത്തോ അല്ലാതെ നമ്മൾ വന്നിട്ട് ഇപ്പൊ എല്ലാം കൊല്ലം നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു 6 കപ്പിൾസ് ഉണ്ട്. പറഞ്ഞ കാലിക്കറ്റില് ബാബുച്ചായൻ പറഞ്ഞ അറിയാം, ബാബുച്ചായൻ്റെ ബ്രദർ ഉണ്ട്, ബാബുച്ചായൻ്റെ നെഫ്യൂ, അവരുടെ വൈഫ്സ്, പിന്നെ നമ്മളുടെ മാധവൻജി വൈഫ്, പിന്നെ അമേരിക്കയിൽ നമ്മുടെ ഫ്രണ്ടുണ്ട് മോഹൻരാജ് പറഞ്ഞ മോറയും വൈഫ്. അപ്പം നമ്മൾ 6 കപ്പിൾസ് വന്നിട്ട് എപ്പോഴും എല്ലാം കൊല്ലം ഒരു പ്രാവശ്യം എവിടെയെങ്കിലും പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാറുണ്ട്. അത് കൂടാതെ ചേട്ടനും ഞാനും പിള്ളേരും ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് എല്ലാവരുടെയും സമയം ഒത്തു കിട്ടണം അങ്ങനെയൊക്കെ. പക്ഷെ ഭയങ്കര നല്ലതായിട്ടാണ് നമ്മൾ പോകുമ്പോൾ, നല്ല ഒരു ബോണ്ടിങ്ങും ആ ഒരു ടൈം ഭയങ്കര പ്രഷ്യസ് അല്ലേ. എന്താ വെച്ചാൽ എപ്പോഴും കിട്ടില്ലല്ലോ ഇങ്ങനെ ഫ്രീ ആയിട്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ നല്ലൊരു ട്രിപ്പാണ് അത്. ആ ട്രിപ്പ് എൻജോയ് ചെയ്ത് തന്നെ പോകുന്നത്. ഇപ്പോൾ ചേച്ചി ഒറ്റയ്ക്കുള്ള യാത്രകളുണ്ട് അല്ലേ? ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒത്തിരി ഉണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പം ചേച്ചി എല്ലാവർക്കും അറിയാം, ചേച്ചി സുചിത്ര എന്ന് പറയുന്ന ആരുടെ വൈഫാണെന്നും എല്ലാവർക്കും അറിയാം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല ആൾക്കാരും വന്ന് സംസാരിക്കാറുണ്ട്. അത് ചേച്ചിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഒത്തിരി സ്ഥലങ്ങൾ ക്രൗഡ് കാണുന്നു, അങ്ങനെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ചേച്ചി? ഇല്ല, അങ്ങനെ എന്നെ അങ്ങനെ ഒരു ഇതായിട്ടൊന്നും. കൂടുതലും കേരളത്തിലാണ് ചേച്ചി കൂടുതൽ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ ആൾക്കാർ എന്നെ കണ്ട് മനസ്സിലാക്കണതും ഇവിടെ അല്ലെങ്കിൽ പിന്നെ ദുബായ് അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ അവർ വന്ന് സംസാരിക്കും, അല്ലാതെ ശല്യമൊന്നും ഇല്ല. അവർ വരും, സംസാരിക്കും, ചിലപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് പറയും, അത്രേ ഉള്ളൂ. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. മൈജി ഫ്യൂച്ചർ.